ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 103ാമത്തെ സൂറത്തും 30-ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 26ാമത്തെ സൂറത്തുമായ സൂറത്തുൽ അസ്ർ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്തിൽ ആകെ 3 ആയത്തുകളാണുള്ളത്. 3 ആയത്തുകൾ മാത്രമുള്ള 3 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന് ഈ സൂറത്തും, മറ്റൊന്ന് സൂറത്തുൽ കൗസർ, മറ്റൊന്ന് സൂറത്തുൽ നസ്ർ. ഈ 3 സൂറത്തുകളിലും 3 ആയത്തുകൾ മാത്രമാണ് എന്നതിന് പുറമെ ഈ 3 സൂറത്തുകളുടെയും പേരിൻ്റെ അവസാനം റാ എന്നുള്ള അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. അൽ അസ്ർ, അൽ കൗസർ, അൻ നസ്ർ എല്ലാറ്റിൻ്റെയും അവസാനം റാ എന്നുള്ള അക്ഷരമാണ്. ഈ സൂറത്ത് മക്കിയ ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ്. എന്നാൽ മദനീയ ആണ് എന്നും ചില ഒറ്റപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാ ഈ ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞത് ഇത് പരിശുദ്ധ ഖുർആനിൽ മതിയായത് ആണ് എന്നാണ്. അതായത് ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ സൂറത്തിൻ്റെ പേര് അൽ അസ്ർ എന്ന് പറഞ്ഞല്ലോ, ഇത് 1-ാമത്തെ ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ സൂറത്തിലെ എല്ലാ ആയത്തുകളുടെയും അവസാനത്തെ അക്ഷരം റാ ആണ്. ഉബൈദുല്ലാഹിബിനു അഫ്സാറുല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 സ്വഹാബിമാർ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ ഈ സൂറത്ത് ഓതി കേൾപ്പിക്കുമായിരുന്നു എന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ സൂറത്ത് പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലസീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ വാവാണ്. ആ വാവ് ഖസമിൻ്റെ വാവ്, അല്ലെങ്കിൽ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ്. വൽ അസ്ർ എന്ന് പറയുമ്പോൾ കാലം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ കാലം സാക്ഷിയാണ്. സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് കൊണ്ട് തുടങ്ങുന്ന 14 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ളത്. 114 സൂറത്തുകളിൽ 14 സൂറത്തുകൾ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് കൊണ്ട് തുടങ്ങുന്ന, സത്യം ചെയ്യുന്ന ആ തരത്തിലുള്ള സൂറത്തുകളാണുള്ളത്. നമുക്കറിയാം, സത്യം ചെയ്യാനുള്ള വാവ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. സാധാരണഗതിയിൽ കസ്റുണ്ട്. അപ്പോൾ ഇവിടെ വൽ അസ്രി എന്നായതുകൊണ്ടാണ് ആ തുടക്കത്തിലുള്ള വാവിനെ നമ്മൾ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് എന്ന് പറയുന്നത്. അതേസമയത്ത് വൽ അസ്രു എന്നാണെങ്കിൽ അത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവല്ല. വൽ അസ്രു എന്ന് പറയുമ്പോൾ കാലവും എന്നർത്ഥം കിട്ടും. വൽ അസ്രി എന്ന് പറയുമ്പോൾ കാലം തന്നെയാണ് സത്യം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സത്യം ചെയ്യലുണ്ടല്ലോ, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ വാവ് വെച്ചിട്ട് വല്ലാഹി. അവിടെ വല്ലാഹി എന്ന് പറയുമ്പോഴാണ് അത് സത്യം ചെയ്യലാവ്. വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം. അതേസമയം വല്ലാഹു എന്ന് പറഞ്ഞാലോ അള്ളാഹുവും എന്നാണ് അപ്പോൾ അർത്ഥം കിട്ടുക. അപ്പോൾ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ആ വാവിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടിയിട്ടുണ്ടോ? സാധാരണഗതിയിൽ കസ്റുണ്ട്. അപ്പോൾ വൽ അസ്രി എന്നുള്ളതുപോലെ വശംസി, വൽ ഖമരി, വൽ ആദിയാത്തി, വൽ ലൈലി, അങ്ങനെ പല സൂറത്തുകളിലും നമുക്ക് ഇതുപോലെയുള്ള സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്ന നിശ്ചയമായും, തീർച്ചയായും, അൽ ഇൻസാന മനുഷ്യൻ. ഈ ഇൻസാൻ എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഇൻസുൻ എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നാണ്. അപ്പോൾ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഇണക്കമുള്ളവൻ, ആരുമായിട്ടും ഇണങ്ങുന്നവൻ, അങ്ങനെ വന്നതാണെന്നൊരു അഭിപ്രായമുണ്ട്. നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്. അപ്പോൾ ഇൻസാൻ മറവി ഉള്ളവൻ, ആ രൂപത്തിൽ വന്നതാണെന്നുള്ള മറ്റൊരു അഭിപ്രായമുണ്ട്. ആനസ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. അപ്പോൾ ഇൻസാൻ എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ കഴിവുള്ളവൻ, എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ എന്ന രൂപത്തിലാണ് വന്നത് എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ഇൻസാൻ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യവർഗം. ലഫി ഹുസ്രിൻ, ലാമ് അവിടെ തൗക്കീദിൻ്റെ അല്ലെങ്കിൽ തേക്കീദിൻ്റെ ലാം എന്ന് പറയും. ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി, അങ്ങനെ തന്നെ എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഹുസ്ർ എന്ന് പറഞ്ഞാൽ നഷ്ടം. അപ്പോൾ ഫി ഹുസ്രി എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ, ലഫി ഹുസ്ർ നഷ്ടത്തിൽ തന്നെയാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്നൽ ഇൻസാന ലഫി ഹുസ്ർ, തീർച്ചയായും മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യവർഗം നഷ്ടത്തിൽ തന്നെയാണ്.
അടുത്ത ആയത്തിൽ ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇല്ല ഒഴികെ, അല്ലസീന ആമനു ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അല്ലസീന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർ, അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്നൊക്കെ അർത്ഥം കിട്ടും. അല്ലസീന ആമനു വിശ്വസിച്ചവർ, വിശ്വാസികൾ. അപ്പോൾ ഇല്ലല്ലസീന ആമനു വിശ്വസിച്ചവർ ഒഴികെ, വ അമിലു സ്വാലിഹാത്തി വിശ്വസിക്കുക മാത്രമല്ല, വ അമിലു സ്വാലിഹാത്തി വാവ് അത്തിഫിൻ്റെ വാവാണ്, അതിന് പുറമെ ഇതും വേണം എന്നർത്ഥത്തിൽ. അമിലു അമില പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു, വ അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു. എന്ത്? അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ, സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ. അപ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. വ തവാസൗ ബിൽ ഹഖി, വീണ്ടും വാവ് വന്നു, അത്തിഫിൻ്റെ വാവാണ്, അതിന് പുറമെ ഇതും എന്നർത്ഥത്തിൽ. തവാസൗ, തവാസ എന്ന് പറഞ്ഞാൽ പരസ്പരം ഉപദേശിച്ചു എന്നാണ്. നമ്മൾ വസിയ്യത്ത് എന്നൊക്കെ പറയില്ലേ, വളരെ വിലപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്നാണ് വസിയ്യത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം. തവാസൗ എന്ന് പറയുമ്പോൾ പരസ്പരം ഉപദേശിച്ചു എന്നാണ്. അവർ പരസ്പരം ഉപദേശിച്ചു. വ തവാസൗ അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. ബിൽ ഹഖി, എന്തുകൊണ്ടാണ്? ബിൽ ഹഖി, ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം, യാഥാർത്ഥ്യം, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ബിൽ ഹഖി യാഥാർത്ഥ്യം കൊണ്ട് അല്ലെങ്കിൽ സത്യം കൊണ്ട്. ബി എന്ന് പറയുമ്പോൾ കൊണ്ട്, ബി എന്നുള്ളതിനും പല അർത്ഥങ്ങളുണ്ട്. ഇൽ ഓട്, കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങളും വരാം. അപ്പോൾ ബിൽ ഹഖി യാഥാർത്ഥ്യം കൊണ്ട്. വ തവാസൗ ബിൽ ഹഖി യാഥാർത്ഥ്യം കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. വ തവാസൗ വീണ്ടും ആവർത്തിച്ചു വന്നു, അവർ പരസ്പരം ഉപദേശിച്ചു. ബിസ് സ്വബിരി, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, അസ്വബിർ എന്ന് പറഞ്ഞാൽ ക്ഷമ, പിടിച്ചു നിർത്താനുള്ള കഴിവ്. അപ്പോൾ ബിസ് സ്വബിരി ക്ഷമ കൊണ്ട്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇല്ലല്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരൊഴികെ. അപ്പോൾ ഇവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്നാണ് അവിടെ പറഞ്ഞത്. ഈ സൂറത്തിൻ്റെ തുടക്കം സത്യം ചെയ്തുകൊണ്ടാണ്. വൽ അസ്ർ എന്ന് പറയുമ്പോൾ കാലം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ കാലം സാക്ഷിയാണ്. ഇനി സത്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഏതിനെ വെച്ചും അള്ളാഹുവിന് സത്യം ചെയ്യാം, ഏതൊരു സൃഷ്ടിയെ വെച്ചും അള്ളാഹുവിന് സത്യം ചെയ്യാം. അള്ളാഹുവിനൊരു സൃഷ്ടാവില്ലല്ലോ. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ വെച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതായത് അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ റബ്ബാണ് സത്യം എന്നുള്ള രൂപത്തിൽ മാത്രമേ ഒരു മനുഷ്യൻ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റേതെങ്കിലും സൃഷ്ടികളെ വെച്ചുകൊണ്ട് മനുഷ്യർ സത്യം ചെയ്യുന്നത് തെറ്റായ രീതിയാണ്. ചിലരൊക്കെ എൻ്റെ മകനാണ് സത്യം, എൻ്റെ മകളാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ ഉപ്പയാണ് സത്യം, അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് സത്യം ചെയ്യാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഉമ്മയുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ ഒക്കെ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ് എന്നുള്ള രൂപത്തിലൊക്കെ പറയും. അതൊന്നും ഒരു ശരിയായ രീതിയല്ല. ഖുർആനാണ് സത്യം, അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. ഒരു സത്യവിശ്വാസി സത്യം ചെയ്യേണ്ടത് എപ്പോഴും അള്ളാഹുവിനെ വെച്ചിട്ടായിരിക്കണം. വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം. അവിടെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ സത്യം ചെയ്യുന്നത് ഒരിക്കലും പാടില്ല. ചില ആളുകളൊക്കെ എന്ത് കാര്യം പറഞ്ഞാലും അതിനിങ്ങനെ സത്യം ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം. അവിടെയൊക്കെ കച്ചവടം ചെയ്യുന്ന പല മറ്റ് രാജ്യക്കാരായ ആളുകളൊക്കെ അവരുടെ ഏതെങ്കിലും ഒരു കച്ചവട സാധനത്തിനെക്കുറിച്ച്, അതിൻ്റെ മേന്മയെക്കുറിച്ച് പറയുമ്പോൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങുന്നേ. ചെറിയ നിസ്സാര കാര്യമായിരിക്കും, അതിനൊക്കെ അവർ വല്ലാഹി വല്ലാഹി എന്ന് വെച്ചിട്ട് പറയും. അതങ്ങനെ ഒരു ജീവിത ശൈലിയാക്കി അവർ മാറ്റിയിട്ടുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ, അത്രയും അത്യാവശ്യം വരുന്നൊരു ഘട്ടത്തിലാണ് സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയേണ്ടത്. വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം എന്ന രൂപത്തിൽ അതിനൊരു പ്രാധാന്യമുണ്ട്, അതിനൊരു ഗൗരവമുണ്ട്. അതല്ലാതെ എല്ലാ നിസ്സാര കാര്യത്തിനും കയറിയിട്ട് വല്ലാഹി എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. മാത്രമല്ല, നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? എന്നെ ആളുകൾക്കൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങളൊന്ന് വിശ്വസിക്കുക, അള്ളാഹുവാണ് സത്യം എന്ന് സ്വയം നമ്മളിൽ മറ്റുള്ളവർക്ക് വിശ്വാസമില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും കയറി സത്യം ചെയ്യേണ്ടി വരിക. അതേസമയത്ത് ഒരു സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ ഏതൊരു കാര്യവും പറഞ്ഞു പോയാൽ മതിയല്ലോ.
അദ്ദേഹം കളവ് പറയൂല, അയാൾ പറഞ്ഞ സത്യം തന്നെ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇനി ഏറിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് പറയല്ലാതെ വല്ലാഹി അള്ളാഹുവാണ് സത്യം എന്നുള്ള രൂപത്തിൽ, ആ ഗൗരവമുള്ള രൂപത്തിലേക്ക് അത് എല്ലാ കാര്യങ്ങൾക്കും പോവാതിരിക്കുക. വളരെ അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രം അത്തരം സത്യം ചെയ്യലുകൾ ആവാം. ഇനി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യുന്നത്? അള്ളാഹു പല സൃഷ്ടികളെ വെച്ചും സത്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു കളവ് പറയുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല. അള്ളാഹു സത്യം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം മറ്റൊന്നാണ്. അതായത് അള്ളാഹു ഏതൊക്കെ സൃഷ്ടികളെ വെച്ചാണോ സത്യം ചെയ്തത്, ആ സൃഷ്ടികളെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സൃഷ്ടികളുടെ സ്വഭാവവും മറ്റുമൊക്കെ നമുക്ക് പല പാഠങ്ങളും പറഞ്ഞു തരുന്നുണ്ട്, നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആ സൃഷ്ടികൾ യാഥാർത്ഥ്യമാണ്, യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെയുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും അള്ളാഹു സത്യം ചെയ്യുക. ഉദാഹരണത്തിന് വല്ലൈലി എന്നൊക്കെ പറയുമ്പോൾ രാത്രി തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരാൾക്കും രാത്രി എന്താണ് എന്നറിയാത്തൊരാളുണ്ടാവില്ല. അപ്പോൾ ആ രാത്രി എത്രത്തോളം യാഥാർത്ഥ്യമാണ്, അതുപോലെയുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് നരകവും സ്വർഗവും പരലോകവും പരലോക ജീവിതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ലോകത്തുനിന്ന് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ, പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നമ്മൾ കാണാത്ത ചില മറ്റു കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ എടുത്തു കാണിക്കും. ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ, എന്നാൽ ഇതുപോലെയുള്ളൊരു യാഥാർത്ഥ്യമാണ് മറ്റതും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്, നിങ്ങളിതൊന്ന് വിശ്വസിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു സത്യം ചെയ്യുന്നത്. ഇനി സൂറത്തിൻ്റെ 1-ാമത്തെ ആയത്ത് വൽ ആസ്ർ എന്നാണ്. വൽ ആസ്രി എന്ന് പറയുമ്പോൾ കാലം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ കാലം തന്നെ സാക്ഷി, അല്ലെങ്കിൽ കാലം സാക്ഷിയാണ്. എന്താണ് ഈ കാലം സാക്ഷിയാണെന്ന് പറയുമ്പോൾ ഏതാണ് ഈ കാലം? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ജീവിതകാലം, അയാൾ ജീവിച്ച് അയാൾ മരിക്കുന്നത് വരെയുള്ള ആ കാലമാണ് ഈ കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം, അതാണ് കാലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രപഞ്ചം ഉണ്ടായത് മുതൽ ഈ പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ, അതായത് ഖിയാമത്ത് നാൾ വരെയുള്ള ആ കാലം, മുഴുവൻ കാലം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു അഭിപ്രായം, മനുഷ്യൻ രൂപപ്പെട്ടത് മുതൽ, അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കാലം മുതൽ പിന്നീട് എത്ര കാലം മനുഷ്യരുണ്ടാവുമോ അത്രയും കാലം, അതാണ് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, മനുഷ്യരാശിയുടെ തുടക്കം മുതൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള കാലം, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലം വരെയുള്ള കാലം. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഈ കാലത്തെക്കുറിച്ച് ഉണ്ട്. ഇനി ഈ കാലത്തെ ആരാണ് സൃഷ്ടിച്ചത്? ആരെങ്കിലും കാലത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നുണ്ടോ? ഞാനാണ് ഈ കാലത്തെ സൃഷ്ടിച്ചത് എന്നുള്ള രൂപത്തിൽ? എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും. ആരാണ് ഈ കാലം സൃഷ്ടിച്ചത്? അള്ളാഹുവാണ് ഈ കാലം എന്നുള്ള സംഗതി സൃഷ്ടിച്ചത്. അപ്പോൾ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇനി എന്താണ് ഈ കാലം തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാലം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ കാലം നമ്മളെ പഠിപ്പിച്ചു തന്നു. പണ്ട് കാലത്ത് വളരെ പാവപ്പെട്ടവരായി ജീവിച്ച പല ആളുകളും ഇന്ന് കോടീശ്വരന്മാരായി മാറി കാലം കഴിഞ്ഞപ്പോൾ. വളരെ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ പാവപ്പെട്ട ആളുകളായി, പല രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കടവും മറ്റുമൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ആളുകൾ ജീവിച്ചിരുന്ന ആ ജീവിത രീതി പല ആളുകളും ഇപ്പോൾ മാറ്റി. അതായത് പണ്ട് കാലത്ത് ഒരു വീടുണ്ടാക്കിയിരുന്ന പോലെയല്ല മനുഷ്യൻ ഇപ്പോൾ വീടുണ്ടാക്കുന്നത്. ഒരുപാട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, പുരോഗതികൾ വന്നു. വളരെ വലിയ വീടുകളും വളരെ പുതിയ ആധുനിക സംവിധാനങ്ങളിലുമൊക്കെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ആളുകളിൽ വന്നു. അതേപോലെ നമുക്കെല്ലാവർക്കും അറിയാലോ, പണ്ട് കാലത്തൊക്കെ വിദേശ നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ അവിടുത്തെ ഒരു വിവരം നാട്ടിലേക്ക് അറിയിക്കാൻ ഒരു കത്ത് മാത്രമാണ് മാർഗം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആളുകൾ വരുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞേക്കണം. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെയുള്ള ഒരാളുടെ വിവരം ഇവിടെ അറിയുക, ഇവിടുത്തെ ആളുകളുടെ വിവരം അവിടെ അറിയുക. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, ആ സമയത്ത് തന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ കാലം പലതിനും സാക്ഷിയാണ്. കാലം പലതും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പല കാര്യങ്ങളും കാലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രധാനമായും
മനുഷ്യൻ ഈ ലോകത്തിന് വേണ്ടി സമ്പാദിച്ച് കൂട്ടുന്ന പലതും അത് ഒരു നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകാം എന്ന വലിയ പാഠം തന്നെ കാലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാലഘട്ടം മാറി മറിയുന്നതോടുകൂടി മനുഷ്യൻ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, പല ആളുകളും ഈ ഒരു മാറ്റത്തോടു കൂടി എന്ത് സംഭവിച്ചു അവർക്ക്, അത് അടുത്ത ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ആയത്തിൽ ഇന്നൽ ഇൻസാന ലഫി ഹുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ഈ ലാഭവും നഷ്ടമൊക്കെ? പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു കച്ചവടത്തോട് സാമ്യപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. കച്ചവടത്തിൽ എപ്പോഴും ഒരു മനുഷ്യൻ ലാഭവും നഷ്ടവും നോക്കും. ഒരു മൂലധനം നിക്ഷേപിക്കും, ആദ്യം ഒരു പൈസ ഇറക്കും. ആ പൈസ ഇറക്കിയതിന് ശേഷം നമുക്ക് എത്ര ലാഭം കിട്ടും അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുമോ, ഇതായിരിക്കുമല്ലോ ആ ഒരു കച്ചവടക്കാരൻ്റെ മനസ്സിലുണ്ടാവുക. ഇതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ലാഭവും നഷ്ടവും വരാൻ സാധ്യതയുള്ളതാണ്. എന്താണ് അവിടെ നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന മൂലധനം? എന്താണ്? ആദ്യം തന്നെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആദ്യം തന്നെ കൊണ്ടുപോയി പൈസ ഇറക്കുക എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്താണ് നമ്മൾ ഇറക്കുന്നത്? നമ്മുടെ കർമ്മങ്ങളാണ് അവിടെ മൂലധനം, നിക്ഷേപം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. അപ്പോൾ ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം അത് നഷ്ടത്തിലേക്കും പോകാം, ലാഭത്തിലേക്കും പോകാം. ഇവിടെ അള്ളാഹു പറയാണ് മനുഷ്യർ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇറക്കുന്ന ആ മൂലധനം കാരണം അവർക്ക് നഷ്ടം സംഭവിക്കുന്നു. അതായത് ആളുകളുടെ കർമ്മങ്ങൾ അവരെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്ന സമയത്ത് അവന് വ്യക്തിത്വം എന്ന് പറയുന്നൊന്നുമില്ല. പിന്നീട് അവൻ്റെ കർമ്മങ്ങൾ കൊണ്ടാണ് അവന് വ്യക്തിത്വം ഉണ്ടാകുന്നത്. ഇതേ സംഗതി മറ്റ് ജീവജാലങ്ങൾക്കില്ല. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ പക്ഷികളും മൃഗങ്ങളൊക്കെ അവർ ജനിക്കുന്ന ആ ഒരു സമയത്തുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് പിന്നെയും. അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർ കൂടുതൽ നല്ല ഒരാളായിട്ട് നല്ലൊരു ജീവിയായിട്ട് മാറുന്നൊന്നുമില്ല. ജനിക്കുന്ന സമയത്ത് ഒരു സിംഹം, പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു നല്ല സിംഹം, അങ്ങനെയൊന്നും ആയി മാറില്ലല്ലോ. അതിന് ഒരേ ജീവിത രീതിയാണുള്ളത്. എന്നാൽ മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് നല്ലവനാകാനും സാധ്യതയുണ്ട്, വളരെ മോശപ്പെട്ട ആളാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അവൻ്റെ കർമ്മഫലങ്ങൾ അവനെ നന്മയിലേക്കും എത്തിക്കും, തിന്മയിലേക്കും എത്തിക്കും. അവന് നഷ്ടവും സംഭവിക്കാം, ലാഭവും സംഭവിക്കാം. അവൻ സ്വർഗത്തിലേക്ക് പോകാം, നരകത്തിലേക്ക് പോകാം. ഇവിടെ അള്ളാഹു പറയുന്നത് മനുഷ്യർ നഷ്ടത്തിലാണ്. ഇനി പരിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഒന്നിച്ച് അവർ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ശേഷം ഒരു ഒഴിവ് പറയാറുണ്ട്. ആരൊഴികെ? ഈ സൂറത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാവരും നഷ്ടത്തിലാണോ? അല്ല. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. 4 ഗുണങ്ങൾ ഉള്ളവരൊഴികെ. ഈ 4 ഗുണങ്ങൾ ഒരാളിലുണ്ടോ അയാൾക്ക് നഷ്ടം സംഭവിക്കൂല, അയാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ 4 ഗുണങ്ങളിൽ ഏതെങ്കിലും ഇല്ലാത്തവരാണോ അവർക്ക് നഷ്ടം സംഭവിക്കും. എന്തൊക്കെയാണ് ആ 4 ഗുണങ്ങൾ? അപ്പോൾ ഈ 4 ഗുണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. ഓരോരുത്തരും അവരിലേക്ക് തന്നെയാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് ഈ 4 ഗുണങ്ങളുണ്ടോ? അതിൽ ഒന്നാമത്തെ ഗുണമായിട്ട് അള്ളാഹു പറയാണ് ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. അപ്പോൾ വിശ്വസിച്ചവർ എന്നുള്ളൊരു കൂട്ടം, അതിൽ നമ്മൾ പെടുവോ നോക്കണം. യാതൊരു സംശയവുമില്ല, നമ്മളൊക്കെ വിശ്വസിച്ച ആളുകളാണ് അല്ലേ? അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസവും അള്ളാഹുവിൽ ഉള്ള വിശ്വാസവും രണ്ടും രണ്ടാണ്. അള്ളാഹു ഉണ്ട് എന്ന് ഏറെക്കുറെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹു ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം അത് പല ആളുകളുടെയും പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ ആ വിശ്വാസം വേണ്ടത്ര പോരാ എന്ന് തോന്നിപ്പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സക്കാത്ത് കൊടുത്താൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വർധനവുണ്ടാവും, നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും, നിങ്ങൾക്ക് സാമ്പത്തികമായി വർധനവുണ്ടാവും, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കൂല എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ടല്ലോ. അത് എത്ര പേർ അംഗീകരിക്കുന്നുണ്ട്? അത് അംഗീകരിക്കുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും യാതൊരു പേടിയുണ്ടാവില്ലല്ലോ. എൻ്റെ സമ്പത്തിൽ നിന്ന് ഇത്ര കുറയാണ് എന്നല്ല തോന്നുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വർധനവുണ്ടാവും, അതുകൊണ്ട് ഞാൻ കൊടുക്കട്ടെ എന്ന രൂപത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അത് കൊടുക്കാൻ താല്പര്യമില്ല കാണിക്കുക. പക്ഷേ വളരെയധികം ആരാധനാകർമ്മങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകൾ പോലും ഇങ്ങനെ സമ്പത്ത് കൊടുക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകുമോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി വരുന്നത് അള്ളാഹുവിൽ ഉള്ള വിശ്വാസം കുറവായതുകൊണ്ടാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്, എന്നാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള വിശ്വാസം കുറച്ച് കുറവ്. പക്ഷെ അത് രണ്ടും നന്നായിട്ട് വേണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ആമനു, വിശ്വസിക്കണം അള്ളാഹുവിലും അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും, അതായത് പ്രവാചകന്മാരിൽ,
അവനിറക്കിയ വേദഗ്രന്ഥങ്ങളിൽ, മലക്കുകളിൽ, സ്വർഗത്തിലും നരകത്തിലും പരലോകത്തിലും ഒക്കെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും, അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അടിയുറച്ച വിശ്വാസം വേണം. ശരി, അത് നമുക്കുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. ഒരാളുടെ ഉള്ളിൽ വിശ്വാസം അടിയുറച്ചതായി ഉണ്ടെങ്കിൽ, ഈമാൻ നല്ല രൂപത്തിലുണ്ടെങ്കിൽ, ആ ഈമാൻ ഇങ്ങനെ മുളച്ചു വരും. അത് പുറത്തേക്ക് സൽക്കർമ്മങ്ങളായി കാണുകയും ചെയ്യും. അപ്പോൾ ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് പുറത്തേക്ക് വരും. ഈമാനൊക്കെ നല്ലോണം ഉണ്ട്, അയാൾ സൽക്കർമ്മം ഒന്നും ചെയ്യൂല, അങ്ങനെ ഒരാളുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഈമാൻ ശരിയല്ല. അപ്പോൾ ഈമാൻ വേണം, സൽക്കർമ്മങ്ങളും വേണം. ഒരാളുടെ മനസ്സിൽ ഈമാനിൻ്റെ വിത്തുണ്ടെങ്കിൽ അത് മുളക്കും, അത് സൽക്കർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യൽ ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഇനി ഇവിടെ പറഞ്ഞപ്പോൾ ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ വിശ്വസിച്ചതിന് ശേഷം സൽക്കർമ്മങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ, അത് മാത്രമേ സൽക്കർമ്മങ്ങളായിട്ട് അള്ളാഹു പരിഗണിക്കുള്ളൂ. വിശ്വസിക്കാതെ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ നിയ്യത്ത് മാറിപ്പോയി, ലക്ഷ്യം മാറിപ്പോയി. അതിന് നാളെ പരലോകത്ത് കൂലി കിട്ടൂല. അപ്പോൾ ഒരാൾ സത്യവിശ്വാസി ആവാതെ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാതെ, മറ്റേതെങ്കിലും മതക്കാരൊക്കെ ആണെങ്കിൽ അവരൊരുപാട് നല്ല സൽക്കർമ്മങ്ങൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് തോന്നുന്ന പലതും ചെയ്യുന്നുണ്ടാവും. പാവങ്ങളെ സംരക്ഷിക്കുന്നു, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതിനൊന്നും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടൂല. അതിൻ്റെ കാരണം അവരുടെ നിയ്യത്ത് എന്താണ്? നാളെ പരലോകത്ത് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് സ്വർഗം കിട്ടണം, ഞാൻ ഈ കൊടുക്കുന്ന ദാനധർമ്മത്തിൻ്റെ ഫലമായിട്ട്, ഞാൻ ഈ ആളുകൾക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണം എന്നതാണോ അവരുടെ നിയ്യത്ത്? അങ്ങനെയാണെങ്കിലേ അത് കിട്ടുള്ളൂ. അപ്പോൾ വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് സൽക്കർമ്മമായിട്ട് മാറുള്ളൂ. ഇനി ഒരാൾ അള്ളാഹുവിലൊക്കെ വിശ്വസിച്ചു, പക്ഷേ അദ്ദേഹം ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ നെയ്യത്ത് മറ്റൊന്നാണെങ്കിലോ അപ്പോഴും കിട്ടൂല. ഇത് അമുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്കും കിട്ടൂല. അതായത് ഒരാൾ മറ്റുള്ള ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ ദാനധർമ്മം ചെയ്തു, അതിൻ്റെ കൂലി കിട്ടൂല. അപ്പോൾ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹു എനിക്കിതിൻ്റെ കൂലി തരണം എന്ന നെയ്യത്തോടു കൂടി ചെയ്യുന്നതേ സൽക്കർമ്മങ്ങളായിട്ട് വരുള്ളൂ. അപ്പോൾ വിശ്വസിക്കണം, അതിൻ്റെ ഭാഗമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇനി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, ഹക്ക് കൊണ്ട്, യാഥാർത്ഥ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. എന്താണ് ഈ യാഥാർത്ഥ്യം? ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നുള്ളത് അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്ലാം ദീൻ, ഈ ഒരു ഇസ്ലാം ദീൻ നമ്മൾ മനസ്സിലാക്കിയ ഈ ഏറ്റവും വലിയ പ്രകാശം, ഇസ്ലാം ദീൻ എന്ന് പറയുന്ന പ്രകാശം, ഇത് മറ്റുള്ള ആളുകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ഇത് മറ്റുള്ള മതക്കാർക്ക് പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, മുസ്ലിങ്ങൾ പരസ്പരം ഉപദേശിക്കുന്നവരായിരിക്കണം. ഒരാളടുത്ത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാൾ ഉപദേശം കൊടുക്കണം. അത് സ്വീകരിക്കാനുള്ള സന്മനസ്സ് മറ്റൊരാൾക്ക് ഉണ്ടാവണം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നവരായിരിക്കണം മുസ്ലിങ്ങൾ പരസ്പരം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബിമാരൊക്കെ പരസ്പരം കണ്ടുമുട്ടിയാൽ ഈ സൂറത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കേൾപ്പിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ നമ്മളോട് പറയുമ്പോൾ നമ്മൾക്കത് കേൾക്കാനുള്ള മനസ്സും ഉണ്ടാവണം. ഒരാളിപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാസ്സോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ അതിലെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരുത്തി തരണം, പറഞ്ഞു തരണം. അത് പറയുന്ന സമയത്ത് സ്നേഹത്തോടു കൂടെ അത് കേട്ട് മനസ്സിലാക്കി അത് തിരുത്താനുള്ള മനസ്സെനിക്കുണ്ടാവണം. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ലോകമല്ലല്ലോ, നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതേ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുമ്പോൾ ആ ഉപദേശിക്കാനുള്ള മനസ്സും അത് കേൾക്കാനുള്ള മനസ്സും ഉണ്ടാവണം. അപ്പോൾ സത്യവിശ്വാസികൾ പരസ്പരം യാഥാർത്ഥ്യം കൊണ്ട് ഉപദേശിക്കുന്നവരായിരിക്കണം. വതവാസൗ ബിസ്സബ്ർ, അങ്ങനെ ആ ഉപദേശങ്ങളൊക്കെ കൈമാറുമ്പോൾ ക്ഷമിക്കേണ്ടി വരും പല സന്ദർഭങ്ങളിലും. പ്രത്യേകിച്ച് ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത മറ്റു മതക്കാരോടൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ക്ഷമ കൈക്കൊള്ളേണ്ടി വരും. മാത്രവുമല്ല, ഇനി അങ്ങനെയൊന്നും അല്ലാത്ത ഘട്ടത്തിലും ഒരു സത്യവിശ്വാസി സദാ ക്ഷമയുള്ളവനായിരിക്കണം. അവൻ്റെ കുടുംബജീവിതത്തിലും അവൻ്റെ മറ്റുള്ള സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ തന്നെയും അവൻ ക്ഷമിക്കുന്നവരായിരിക്കണമെന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകൾക്ക് ക്ഷമ കൊണ്ട് ഉപദേശം നൽകുകയും വേണം. പലപ്പോഴും നമ്മൾ മറ്റൊരാളോട് നീ ക്ഷമിക്കുക എന്ന് പറയേണ്ട ഘട്ടം വരും. അപ്പോൾ മറ്റൊരാളോട് ക്ഷമിക്കാൻ പറയണം, നമ്മളോട് പറയുമ്പോൾ നമ്മളത് അനുസരിക്കുകയും വേണം. അപ്പോൾ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരായിരിക്കണം സത്യവിശ്വാസികൾ. ഇനി നിങ്ങൾ നോക്കൂ, പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഉപദേശം കൊടുക്കും. ഇപ്പോൾ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് സൂചിപ്പിക്കും. നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ചിലപ്പോൾ സൂചിപ്പിക്കും, നിങ്ങളുടെ വസ്ത്രത്തിൽ ഇവിടെ ഒരു അഴുക്കുണ്ട്. അദ്ദേഹം അത്
പോയി കഴുകിയൊക്കെ വൃത്തിയാക്കും. അതേപോലെ ഒരാൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ അത് കാണുന്ന ഏതൊരാളും വിളിച്ച് പറയും സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്നുള്ളത്. ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു പരിചയം പോലും ഇല്ലാത്ത, ആരാണെന്ന് പോലും അറിയാത്ത ആളാണെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തോട് പറയും ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന്. അദ്ദേഹം അത് ശരിയാക്കി പോവുകയും ചെയ്യും. എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അപകടത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും ഉപദേശിക്കാൻ മറന്നു പോവാം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ കൂടെ പഠിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടും അവർ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വളരെ വലിയ ഒരു അപകടമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടും അവർക്ക് ഈ ഒരു യഥാർത്ഥ കാര്യം, ഈ ഒരു യഥാർത്ഥ വെളിച്ചം അവർക്ക് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുകയാണ്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഒരു ഖുർആനിൻ്റെ തഫ്സീർ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു ഇസ്ലാമിനെ പരിചയപ്പെടുന്ന ഒരു പുസ്തകം കൊടുക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ലഘുലേഖ കൊടുക്കാനോ ഒക്കെ നമ്മളതിനൊരു മടി കാണിക്കുക. അതൊക്കെ എന്തോ ഒരു പോരായ്മ, ഒരു കുറച്ചിലായിട്ട് നമ്മൾ കാണുകയാണ്. പലപ്പോഴും ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വൈകിപ്പിക്കുകയാണ്. കമലാ സുരയ്യ നമുക്കറിയാം, മാധവിക്കുട്ടി എന്ന ആ ഒരു വ്യക്തിത്വം പിന്നീട് കമലാ സുരയ്യയായിട്ട് മാറി ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം. അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞത്, ഒരു 20 കൊല്ലം മുമ്പെങ്കിലും എനിക്ക് ആരെങ്കിലും ഒരു ഖുർആനിൻ്റെ പരിഭാഷ തന്നിരുന്നുവെങ്കിൽ അന്ന് ഞാൻ ഈ മതം സ്വീകരിക്കുമായിരുന്നു. ആരാണ് കൊടുക്കാതിരുന്നത്? നമ്മളാണ് കൊടുക്കാതിരുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഈ ഒരു യഥാർത്ഥ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള വഴി നമ്മൾ തുറന്നു കൊടുക്കുന്നില്ല, നമ്മളവർക്ക് യഥാർത്ഥ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ യാഥാർത്ഥ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം, മാത്രമല്ല നിങ്ങൾ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും വേണം. പലപ്പോഴും നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ഇനി നമ്മൾ നോക്കണം, ഈ ഒരു 3-ാമത്തെ ആയത്തിൽ അള്ളാഹു 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽപ്പെട്ടവരല്ല. 2-ാമത്തെ ആയത്തിൽ പറഞ്ഞു മനുഷ്യർ നഷ്ടത്തിലാണ്, എന്നാൽ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഇത്തരം ഗുണങ്ങളുള്ളവരൊഴികെ. അപ്പോൾ ഇവരൊഴികെയാണ് നഷ്ടത്തിൽ, എല്ലാവരും നഷ്ടത്തിലല്ല. അപ്പോൾ നമുക്ക് ഈ 4 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നഷ്ടത്തിലല്ല. ഇനി ഈ 4 ഗുണങ്ങൾ നമ്മൾക്കുണ്ടോ? അത് നമുക്ക് പരിശോധിക്കാം. ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കുക, ഒരു കുട്ടിയോട് നമ്മൾ പറയാണ് 4 വിഷയങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട്, ഈ 4 വിഷയങ്ങളിൽ ഓരോ വിഷയത്തിനും മിനിമം മാർക്കെങ്കിലും കിട്ടിയാലേ നീ ആ കോഴ്സ് പാസ്സാവുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ 1-2 വിഷയം മാത്രം പാസ്സായി ബാക്കിയുള്ളത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ആ കോഴ്സ് തോൽക്കൂലേ? ഇതേപോലെ അള്ളാഹു ഇവിടെ 4 സബ്ജക്റ്റുകൾ പറയാം, 4 വിഷയങ്ങൾ പറയാണ്. ഒന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് വിഷയം, 2-ാമത്തത് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, 3-ാമത്തത് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഈ 4 വിഷയങ്ങളിലും മിനിമം മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ ഇസ്ലാം എന്നുള്ള ആ ഒരു കോഴ്സ് നമ്മൾ പാസ്സാവുള്ളൂ, നാളെ പരലോകത്ത് നമ്മൾ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ ആ ഒരു ലഫീ ഹുസ്ർ, നഷ്ടത്തിൽ തന്നെയാണെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലായിരിക്കും നമ്മുടെ സ്ഥാനം. അതുകൊണ്ട് അതിൽ പെടാതിരിക്കാൻ നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. നമ്മൾ ഈ പറഞ്ഞ 4 ഗുണങ്ങളും നേടിയെടുക്കണം. അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയും വേണം. ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വൽ അസ്ർ, അവിടെ റാഇന് കസ്റാണ്. പാരായണം നിർത്തുകയാണെങ്കിൽ റാഇന് സുക്കൂനിട്ടിട്ട് വൽ അസ്ർ, വൽ അസ്ർ എന്ന് പറഞ്ഞിട്ട് കൽക്കലത്തോടു കൂടി നിർത്തരുത്, അസ്ർ എന്നല്ല, വൽ അസ്ർ ചെറുതായിട്ട് അവിടെ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. ഇനി അവിടെ പാരായണം നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ വൽ അസ്രി ഇന്നൽ ഇൻസാന, അവിടെ വൽ അസ്രി എന്ന് പറയുമ്പോൾ ആ റാഇന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക, റീ എന്നല്ല രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അടുത്ത ആയത്തിൽ ഇന്നൽ ഇൻസാന, ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കണം. അൽ ഇൻസാന, അവിടെ സീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഹ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻ എന്ന് പറയില്ല, ഇൻസാന അവ്യക്തമായ രൂപത്തിൽ നൂനിനെ പറയാം. ഇൻസാന ലഫീ ഹുസ്ർ, അവസാനത്തെ ആ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. ഇല്ലൽ ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി, വഅമിലു എന്നാണ് ശരിക്ക്, വഅമിലു. പക്ഷേ ആ ഒരു വഅമിലു എന്ന നീട്ടൽ നഷ്ടപ്പെടും. കാരണം എന്താ? അതിന് ശേഷം ഹംസത്തു വസ്ൽ വന്നു. നീട്ടലിന് ശേഷം മദ്ദിന് ശേഷം ഹംസത്തു വസ്ൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അപ്പോൾ വഅമിലു അസ്വാലിഹാത്തി എന്നല്ല പറയാം, വഅമിലു സ്വാലിഹാത്തി, വഅമിലു എന്നേ പറയുള്ളൂ. വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സ്വബ്ർ. സ്വബ്ർ എന്ന് പറയുമ്പോൾ ബാഇന് സുക്കൂനാണ്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അതിന് എടുത്ത് പറയണം, അല്ലെങ്കിൽ ഗൗരവത്തിൽ പറയണം, കട്ടിയിൽ പറയണം, വെളിവാക്കി പറയണം.
5 അക്ഷരങ്ങളാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ വരിക. കുത്തുബ് ജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് കണ്ടാലും അതിനെ വെളിവാക്കി പറയണം. അപ്പോൾ സ്വബ്ർ എന്ന് പറഞ്ഞാൽ പോരാ, സ്വബിർ, ബ് എന്നുള്ളത് എടുത്ത് പറയണം. സ്വബിർ, സ്വബിർ എന്ന രൂപത്തിൽ. നമുക്ക് ഈ സൂറത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ വൽ അസ്രി, അവിടെ എങ്ങനെയാണ് വൽ അസ്രി എന്നായത്? വാവ് ഖസമിൻ്റെ വാവ് അല്ലെങ്കിൽ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് ആയതുകൊണ്ടാണ് ആ അവസാനത്തിൽ ജറ് കിട്ടിയത്. ഖസമിൻ്റെ വാവ് വന്നാൽ അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ കസർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ വൽ അസ്രി എന്നങ്ങനെ കിട്ടിയതാണ്. ഇന്നൽ ഇൻസാന, ഇന്ന, അന്ന പോലെയുള്ള പദങ്ങളൊക്കെ വന്നാൽ അതിനുശേഷം വരുന്ന അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഒരു പദത്തിന് നെസ്ബ് കിട്ടും. സാധാരണ ഫതഹ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇന്നൽ ഇൻസാനു എന്ന് പറയില്ല, ഇന്നൽ ഇൻസാന എന്നാ പറയാം. ഇന്നല്ലാഹ ഗഫൂർ എന്നല്ലേ പറയാം, ഇന്നല്ലാഹു എന്ന് പറയില്ല, ഇന്നല്ലാഹ. അപ്പോൾ ഇന്നയ്ക്ക് ശേഷം വരുന്ന ഇന്നയുടെ ഇസ്മ എന്ന് പറയും. അതിനെപ്പോഴും നെസ്ബാണ് കിട്ടുക, സാധാരണ ഫതഹ കൊണ്ടാണ് സൂചിപ്പിക്കുക. ലഫി ഹുസർ എന്നെടുത്താൽ ഹുസർ എന്നുള്ള ഇസ്മിൻ്റെ മുമ്പിൽ ഫീ വന്നു. ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അപ്പോൾ ഹുസിരിൻ എന്ന് വന്നത് അവസാനത്തിൽ കസർ തൻവീൻ ഇടാനുള്ള കാരണം ആ ഫീ വന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ ആയത്തിൽ ഇല്ലല്ലസീന ആമനു വ അമിലു സ്വാലിഹാത്തി, വ അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു. എന്ത്? അസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളെ. അപ്പോൾ ആ സൽക്കർമ്മങ്ങൾ എന്നുള്ള ആ സ്വാലിഹാത്ത് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. ഈ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. നെസ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് ഫതഹ കൊണ്ടോ ഫതഹ തൻവീൻ കൊണ്ടോ ഒക്കെ കാണിക്കുക. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ അലിഫും താവും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങൾക്ക്, സ്ത്രീലിംഗ ഇസ്മുകൾക്ക് അതിന് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും കസ്ർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ സ്വാലിഹാത്ത എന്ന് എഴുതാൻ നിവൃത്തിയില്ല. ശരിക്കും അവിടെ മഫ്ഊലും ബിഹി ആയതുകൊണ്ട് സാധാരണ ഫതഹാണല്ലോ ഇട്ട് കൊടുക്കുക മഫ്ഊലും ബിഹിക്ക്. അപ്പോൾ സ്വാലിഹാത്ത എന്ന് എഴുതാനാണ് തോന്നുക. പക്ഷേ അതിന് ഫതഹ് ചേരൂല. കാരണം ആത്തി, സ്വാലിഹാത്തി, അവസാനം ആത്തി എന്നുള്ള അലിഫും തായിലും അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദമാണത്. അപ്പോൾ അത്തരം പദങ്ങൾക്ക് അവിടെ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ അവിടെ അതിന് കസ്ർ കൊണ്ടാണ് ആ നെസ്ബിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ വന്ന ആ തീ എന്നുള്ളത് അവസാനത്തെ കസ്ർ അത് നെസ്ബിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ജറിനെ സൂചിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് എഴുതുക. പക്ഷേ അപ്പോൾ ആ പദത്തിൻ്റെ മുമ്പിൽ ജറ് കൊടുക്കാനുള്ള കാരണക്കാരായ ഏതെങ്കിലും ഒരു പദം വന്നിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു പദം വന്നിട്ടില്ല. മാത്രമല്ല ഇത് മഫ്ഊലും ബിയുടെ സ്ഥാനത്താണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതിന് നെസ്ബാണ് വേണ്ടത്. ആ നെസ്ബ് കൊടുക്കാനാണ് ആ കസ്ർ കൊടുത്തത് എന്ന്. ഇനി വതവാസൗ ബിൽ ഹഖി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അതുകൊണ്ടാണ് ബിൽ ഹഖി, ഹക്കു എന്നെഴുതാതെ ഹഖി എന്നെഴുതിയത് ആ ബി വന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ബിസ് സ്വബിരി, അവിടെ ബി എന്നുള്ളത് ഹർഫ് ജറ ആയതുകൊണ്ടാണ് സ്വബിരി അവസാനത്തിൽ കസ്ർ ഇട്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.